നിങ്ങൾ പറഞ്ഞു വെറുതെ ജാതി ഉണ്ടാക്കരുതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രവീണിനോട് ഒരാൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ് ജാതി ഉണ്ടാക്കുക. കോട്ടയത്ത് നമ്മളാണ് ജാതി ഉണ്ടാക്കുന്നത്. വേട്ടയാടുന്ന തെരുവ് പട്ടികളെ നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്നെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് ദിവസങ്ങൾ എടുക്കാൻ പോവുകയാണ്. സംശയം വേണ്ട, കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞ ചെയ്യും. കണ്ടപ്പോ അവർക്കൊരു സംശയം. അങ്ങനെ തപ്പിത്തപ്പിയാണ് ജാതിയെ സംബന്ധിച്ച് ഇവർ തെരഞ്ഞെടുക്കുന്നത്. അവിടെ കുറെ സഹപാഠികളുണ്ട്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൈകളിലെന്ത് ശുഭ്രപതാകയുമായി ക്യാമ്പസ് രാഷ്ട്രീയം കളിക്കുന്ന കുറെ ആളുകൾ. അവർക്കെല്ലാം ഈ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായി. അവരൊരാൾ പോലും, ഒരു കുട്ടി പോലും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലെ ഒരു നേതാവ് പോലും ഈ അധ്യാപകരെ സഹകരിക്കാനും നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുവാൻ അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും തയ്യാറായില്ല. കൂട്ടുകാരായ പട്ടികജാതിക്കാരും തയ്യാറായില്ല. കാരണം അവര് ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് അവിടെ കുറേമാര് പഠിക്കുന്നത്. ലംസിംഗ് ഗ്രാൻഡ് മേടിക്കാൻ മാത്രമേ ഇവൻ സ്റ്റാഫ് റൂമിന്റെ അകത്തളങ്ങളിലേക്ക് ആരും കാണാതെ ഊഴ്ന്നിങ്ങനെ പോവുക. ഗ്രാൻഡ് മേടിക്കാൻ ഒരു വലിയ ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ 322 വകുപ്പുകൾ പ്രകാരം സംവരണത്തിലൂടെ നേടിത്തന്ന അവകാശങ്ങളുടെ ഫലമായി കുട്ടികൾക്ക് ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട്. ആ ഗ്രാൻഡ് മേടിക്കുന്നതിന് കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജാതി പറയാനിച്ച മടി. ഇപ്പൊ ജാതി ഇല്ലെന്നാണ് നമ്മുടെ ആളുകൾ നമ്മളെ പഠിപ്പിക്കുക. മതേതരത്വമാണ്, ജനാധിപത്യമാണ്, സോഷ്യലിസമാണ്. ഇവിടെ ജാതി എവിടെയാണ്? നിങ്ങൾ പറഞ്ഞു വെറുതെ ജാതി ഉണ്ടാക്കരുതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രവീണിനോട് ഒരാൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ് ജാതി ഉണ്ടാക്കുക. കോട്ടയത്ത് നമ്മളാണ് ജാതി ഉണ്ടാക്കുന്നത്. നമ്മളല്ല ജാതി ഉണ്ടാക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ക്രൂരതകളെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ജാതിയുടെ വക്താക്കളായി മാറുകയാണ്. ഈ ക്രൂരത അംഗീകരിക്കാൻ കഴിയില്ല. ജാതിയത് പറഞ്ഞു ഞങ്ങളുടെ ആളുകളെ സംസ്ഥാനത്ത് നിരന്തരമായി വേട്ടയാടുന്ന തെരുവ് പട്ടികളെ നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്നെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് ദിവസങ്ങൾ എടുക്കാൻ പോവുകയാണ്. സംശയം വേണ്ട, കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞ ചെയ്യും. കാലമായി ഞങ്ങൾ അടിമകളെ പോലെ ജീവിച്ച ഒരു നാട്ടിൽ വീണ്ടും അടിമകളും നിങ്ങളുടെയൊക്കെ മർദ്ദനങ്ങൾ വെച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ആരും വിചാരിക്കേണ്ട. റാം എന്ന് പറയുന്ന ബ്രാഹ്മണ അധ്യാപകൻ, നമ്പ്യാർ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു അധ്യാപിക, അവരാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് പിന്നിൽ മറ്റു ചില ആളുകളില്ലേ? ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ, SFI അടക്കമുള്ള ആളുകൾ വലിയ സമരമാണ്. നിതിൻ രാജിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന്. ആരുടോ നിതിൻ രാജിനെ കൊന്നു? ആരാണ് കൊലക്കത്തിക്കിരയാക്കി രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ ഒരു അഭിമന്യുവിന്റെ പേര് കേരളത്തിന് സമ്മാനിച്ചത് ആരാണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അവർ തന്നെയാണ് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ കണ്ണീരൊഴുക്കി സമരമുഖത്തേക്ക് ഇറങ്ങി സമരങ്ങൾ ആളിക്കത്തി. എല്ലാ നേതാക്കന്മാരും തെരുവുകളിൽ നിന്ന് ഞെട്ടിപ്പോവുകയാണ്. ഞെട്ടുക എന്നവിടെ കേരളത്തിൽ ആദ്യം നടത്തുകയാണ് ഞെട്ടാൻ വേണ്ടി. എത്രയോ കലാലയങ്ങളിലാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇത്തരത്തിൽ മൃഗീയമായി വേട്ടയാടുന്നത്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവർ. നമുക്ക് ആ വാർത്ത ശ്രദ്ധിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ നിന്ന് ചാനലുകൾ തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ നമുക്ക് ആ ദയനീയ കാഴ്ച കാണാം. പതാക ഉയരുമ്പോൾ